ജി.പി. ചേട്ടൻ എങ്ങനെയാണ് ഇത്ര നല്ലൊരു അവതാരകനായത്? ജി.പി. ചേട്ടൻ എങ്ങനെയാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്? ഞാൻ പറഞ്ഞു പേളി മാനി കാരണമാണ് ഞാനൊരു നല്ല അവതാരകനായത്. വൈ? ബിക്കോസ് പേളിക്ക് ഇൻട്രോ പറയാറില്ല, പേളിക്ക് കൺക്ലൂഷൻ പറയാറില്ല, പേളി സ്പോൺസേഴ്സിൻ്റെ പേര് അന്ന് പറയൂല. ഒരു പണിയില്ലാതെ നടന്നിരുന്ന എനിക്ക് ലോകത്തിൽ എല്ലാ പണിയും വന്ന് കയറിയത് ഇവള് കയറിയപ്പോഴാണ്. അത്രയും കാലം ഞാൻ ആ ഫ്ലോറിൽ സുഹിച്ച് നടന്നിരുന്ന എന്റെ പാർട്ട് അവൾ എടുത്തിട്ട് അന്ന് വരെ ജുവലായിരുന്നു ചെയ്തോണ്ട് അവതരണം പഠിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും ഇങ്ങനത്തെ മനുഷ്യന്ന്, എന്റെക്കാൾ ഒരു തല്ലിപ്പൊളി ഉണ്ടെന്ന് മനസ്സിലായി നീ കയറി വന്നപ്പോഴാണ്. പക്ഷെ ഐ ഫീൽ ഇന്നത്തെ കാലത്ത് ഇതാണ് വേണ്ടത്. ഏതാണ് വേണ്ടത്? കാഷ്വൽ ആയിട്ടുള്ള ഇത് സംഭവം നമ്മുടെ പരിപാടിയാണെങ്കിലും ഞാൻ കുറച്ച് കാലമായിട്ട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ പറയാൻ കിട്ടിയ അവസരമാണ്. പക്ഷെ ഇതിനെ കുറിച്ച് നമ്മൾ എന്തായാലും നമ്മുടെ ആ ഒരു D4 സമയത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാനിത് ഒരു സ്ഥലത്ത് ഒരു വേദിയിൽ പറഞ്ഞില്ല, പക്ഷെ അന്ന് വേണ്ട റീച്ച് കിട്ടിയില്ല. കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇത് എവിടെയെങ്കിലും പറയണം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേളി മാനി D4 ഡാൻസ് സീസൺ 2 കയറി വന്ന സമയം, ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു അവതാരികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സമയമാണ്. കാരണം ജ്വല്ലിനെ പോലെ ഗംഭീരമായിട്ടുള്ള ഒരു ആങ്കർ മാറുകയാണ്. അതും ഇടയിൽ വെച്ച് മാറി ഇനി പേളിയെ എന്നേക്കുമായിട്ട് ആങ്കർ ആക്കണം. അത് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലെന്ന് പോലും അറിഞ്ഞൂടാ. പേളിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ടെൻഷൻ. പേളി വെരി കൂൾ, ഭയങ്കര കൂൾ. യമുന എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് എടാ ഇത് വർക്കാവോ. യമുന നമ്മുടെ ഷോന്റെ ഡയറക്ടറാണ്. അപ്പോൾ യമുന വിളിച്ചിട്ട് ജി.പി. ഇത് വർക്കാവോ, ഇവൾക്ക് എന്താണ് ഒരു ടെൻഷനും ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നു. ഫസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റ് വരികയാണ്. അപ്പോൾ ഈ കുട്ടിയെ എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുക? ഞങ്ങൾ നെഞ്ചെടുപ്പോടാണ്, കാരണം ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ പ്രോഗ്രാം ഇത് എന്താവും. അപ്പോൾ പേളി വിളിച്ചിട്ട് പേളി വളരെ കൂളായിട്ട് യമുനെ വിളിച്ചിട്ട് ഞാൻ കൊടൈക്കനാൽ കറങ്ങാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് യമുന വെച്ചിട്ട് എടാ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? നമ്മളൊക്കെ അവിടെ തീ നിന്നുകൊണ്ടിരിക്കുക, ഈ എപ്പിസോഡിൻ്റെ TRP വരാതെ എനിക്ക് ഒരു ഇതും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആ സിറ്റുവേഷൻ അവിടെ നിന്ന് കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു, കാരണം ഇവളെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഇവളെങ്ങനെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ ഇത്ര കൂളായിട്ട് ഇരുന്നത് എന്ന് ഒരു ദിവസം ഞാനിങ്ങനെ തന്ത്രപരമായി ചോദിച്ചപ്പോൾ പേളി പറഞ്ഞൊരു ഉത്തരവുണ്ട്. ഇത് ലോകം അറിയേണ്ട ഒരു ആൻസറാണ്. പേളി പറഞ്ഞു എടാ സത്യം പറഞ്ഞാൽ ഞാൻ കൊടൈക്കനാലായിരുന്നില്ലടാ, ഞാൻ പഴനിയിലായിരുന്നു. ഞാൻ അവിടെ പാവപ്പെട്ടവർക്ക് പായസം വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥനയോടുകൂടി. സത്യമല്ലേ അത് എനിക്ക് പേളിയുടെ 2 ആംഗിളുകളാണ്. ഒരു കൊടൈക്കനാലിൽ ബൈക്ക് ഓടിച്ച് നടക്കുന്ന പേളി എന്നുള്ളൊരു ഇമേജും അപ്പുറത്ത് നാമജപത്തോടു കൂടി ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കണേ എന്ന് പറയുന്നത്. ഇതാണ് പേളി മാനി. ഇത് ശരിക്കും ആൾക്കാർ അറിയേണ്ട പേളി മാനി. ഇത് ഞങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത്. ശരിക്കും ഞാൻ പറയുന്നത് എനിക്കൊന്ന് കുറെ ഷെഡ്യൂൾ 6 മാസം 7 മാസം ഇവളെന്നെ ട്രസ്റ്റ് ചെയ്ത അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ശ്രീനിക്ക് പിന്നെ പറഞ്ഞു കേട്ടോ, എത്ര പരിപാടികൾ പറഞ്ഞു. ഇത് ശ്രീനിയോട് പറഞ്ഞിട്ടുണ്ട്. വേറെ കുറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. എനിക്ക് പേടിയാവുന്ന ഈ എപ്പിസോഡ്